എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. യുഡിഎഫ് സ്ഥാനാർത്ഥി എൽസി ജോർജാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടുവെന്ന ആക്ഷേപം. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. മുസ്തഫ, യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിഷയം. ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് കടമക്കുടി ഡിവിഷനിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൽസി അവരുടെ പത്രിക തള്ളിയതിനെതിരെയാണ് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് പല ആളുകൾ ഹൈക്കോടതിയിൽ സമീപിക്കുകയും അതിനനുസരിച്ച് ഉചിതമായ തീരുമാനം കോടതി നൽകുകയും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ എൽസിയും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടാകാമെന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതിന് ഉപോത്ഫലകമായി ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പരിശോധിച്ചുകൊണ്ടാണ് ഈ നടപടി. മാത്രമല്ല, തന്റെ നോമിനേഷൻ ആദ്യം സ്വീകരിച്ചതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രസക്തമായ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതുമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ തന്റെ നോമിനേഷന്റെ നിർദ്ദേശകൻ അതേ ഡിവിഷനിൽ നിന്നുള്ള ആളല്ല എന്നത് കാരണമാണ് പിന്നീട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് അപ്പോൾ തന്നെ തിരുത്താവുന്നതായിരുന്നു. പക്ഷെ ആ തെറ്റ് തിരുത്താൻ അവർ ശ്രമിച്ചെങ്കിലും അത് കൃത്യമായി തന്നെ അതിന് അനുവദിച്ചില്ല, അല്ലെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ അത് ചെയ്യാൻ തന്നെ അനുവദിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സമയം ബാക്കിയോ ഉണ്ടായിരുന്നു അല്പം കൂടി. അത് തിരുത്തി നൽകാനുള്ള ഒരു സാവകാശം തനിക്ക് ലഭ്യമാക്കിയില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ തനിക്ക് മത്സരിക്കാനും ജനാധിപത്യ അവകാശം ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു ലംഘനമാണ്. അതുകൊണ്ട് കോടതി ഇടപെടണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ വാദം കേൾക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി മറുപടി ലഭിക്കേണ്ടതുണ്ട്. നാളെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഏതായാലും എൽസി ജോർജിന്റെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.